ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദേവീ സങ്കല്പത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ദുർഗാ പരമേശ്വരി. അപ്പൊ ദുർഗാ ഉപാസന എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു നമ്മുടെ ഓരോ ജീവനും, അതായത് ദുർഗാ ഉപാസനയിലൂടെ എങ്ങനെയാണ് ശരീരം കിട്ടിയ ഓരോ ജീവനും ജീവിത വിജയം നേടാം എന്ന് നമുക്ക് നോക്കാം. ദുർഗ എന്ന് പറയുന്നത് എന്താ? ദേവിയുടെ പല ഭാവങ്ങളിൽ ഒന്ന് തന്നെയാണ് ദുർഗ. നമ്മൾ സാധാരണ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി സമ്പൂർണമായിരിക്കുന്ന ഭാവത്തെയാണ് ദുർഗാ പരമേശ്വരി എന്ന് പറയുന്നത്. അപ്പൊ അമ്മയുടെ വിവിധ ഭാവങ്ങൾ എന്തൊക്കെയാണ്? ആരാണ് ദുർഗ? ഇതെല്ലാം നമുക്ക് നോക്കി അമ്മയുടെ ആ ഒരു വ്യത്യസ്ത ഭാവങ്ങളെ, ജലദുർഗ, അഗ്നിദുർഗ, ഇങ്ങനെയുള്ള ദുർഗയുടെ ഭാവങ്ങളും കൂടെ നമുക്ക് നോക്കാം ഇതിലൂടെ. കാരണം ചിലർക്ക് ചില ഇഷ്ടദേവതകൾ നമുക്കറിയാം. നമുക്ക് ലളിതാ ത്രിപുര സുന്ദരിയെ ചിലർക്ക് ഇഷ്ടദേവതയായിട്ട് എടുക്കാം. ചിലര് ലക്ഷ്മി, ചിലര് സരസ്വതി, കാളി. ഇതൊക്കെ നമ്മുടെ വാസനാ പ്രേരിതമാണ്. നമ്മൾ ഏത് ദേവതയാണ് എടുക്കുന്നതെന്നുള്ളത് നമ്മുടെ വാസനകളെ അനുസരിച്ചിരിക്കും. അതുപോലെ ചിലർക്ക് ദുർഗ എന്ന് പറയുന്ന സങ്കല്പത്തോട് വളരെ എന്താ പറയുക ആഭിമുഖ്യം കാണാറുണ്ട്. ഭദ്രകാളി അങ്ങനെയും കാണാറുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ദുർഗയാണ് ഇന്ന് നമ്മൾ ഒന്ന് അറിയാൻ പോകുന്നത്. കാരണം ദുർഗാംബിക അല്ലെങ്കിൽ ദുർഗാ പരമേശ്വരി, ഈ നാമം പോലും വളരെയധികം മുക്തിപ്രദമാണെന്ന് പറയുന്നു. കാരണം ദുർഗാ ഭഗവതി അല്ലെ, വളരെ ഗാംഭീര്യമാർന്ന പേരാണ് ദുർഗാ ഭഗവതി. കാരണം ദുർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുർഗം എന്ന് പറഞ്ഞാൽ ഒരു കോട്ട. അപ്പൊ തന്റെ സൃഷ്ടികൾക്ക്, തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്തും വരാതെ കോട്ട പോലെ സംരക്ഷിക്കുന്നവൾ, ഇതാണ് ദുർഗ എന്ന് പറഞ്ഞാൽ അതിന് ശരിക്കുള്ള അർത്ഥം. അതുകൊണ്ട് ദേവി ദുർഗ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഇത് ശാസ്ത്രങ്ങൾ പറയുന്നതാണ്. അതീവ കാരുണ്യമുള്ളവൾ, അതാണ് ദുർഗ എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥം. അപ്പോ എന്നാൽ തന്നെ എന്താ പറയാ, അതീവ കാരുണ്യം ആരോട്? തന്റെ സൃഷ്ടിജാലങ്ങളോട് എല്ലാം. അതായത് ആ ദേവി മഹാത്മ്യത്തിൽ ദേവിക്ക് എന്താ പറയാ, അതീവ കാരുണ്യവതിയായിട്ട് എപ്പോ ദേവന്മാര് വിളിച്ചാലും അമ്മ വരുന്നുണ്ടല്ലേ. എല്ലാറ്റിനോടും തന്റെ സൃഷ്ടിജാലങ്ങളോടെല്ലാം അതീവ കാരുണ്യത്തോടെ വർത്തിക്കുന്നവൾ ദുർഗ. ഇപ്പൊ ദേവി മഹാത്മ്യത്തിൽ ദേവന്മാര് ദേവിയെ സ്തോത്രങ്ങളാൽ ആരാധിക്കുമ്പോൾ അവർക്ക് ആപത്തിൽ നിന്ന് രക്ഷ നേടുവാൻ പറ്റാതെ ദേവിയെ സഹായിക്കാൻ അഭ്യർത്ഥിക്കുന്നുണ്ട് അല്ലെ. ദേവി മഹാത്മ്യത്തിൽ പലയിടത്തും നമുക്കത് കാണാം. എങ്ങനെയാണ്? ദുർഗേ സ്മൃത ഭീതി അശേഷ ജന്തോ സ്വസ്ഥൈ സ്മൃത മതീവ ശുഭം ദദാസി ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി കാത്തുതന്യ സർവോപകാരകരണായ സദാർദ്രചിത്ത. ആർദ്രചിത്ത എന്താണത്? ആർദ്രമായിട്ടുള്ള അലിവുള്ള മനസ്സുള്ളവൾ. ഇപ്പൊ മഹിഷാസുരനെ സംഹാരം ചെയ്യുന്നതിനായിട്ട് അമ്മ എങ്ങനെയാ വന്നത്? സിംഹവാഹിനിയായിട്ട് 18 കൈകളില് 18 ആയുധങ്ങളെ ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടപ്പോ ദേവന്മാര് പുഷ്പങ്ങളെ മഴയായിട്ട് വർഷിച്ചു എന്ന് പറയുന്നു. അപ്പൊ അമ്മ, അതായത് അതേ ദേവി തന്നെയാണ് പാർവതിയായിട്ട്, ലക്ഷ്മിയായിട്ട്, സരസ്വതിയായിട്ട്, ചണ്ഡിക പരമേശ്വരിയായിട്ട്, എത്ര ഭാവത്തിലാണ് നമ്മളെ ദേവി മഹാത്മ്യത്തിൽ അമ്മയെ കാണുന്നത്. അപ്പൊ ദുർഗയെ എന്ന് സ്മരിക്കുന്ന മാത്രയിൽ തന്നെ സകല കഷ്ടങ്ങളും മാറ്റിക്കൊണ്ട്, അല്ലയോ അമ്മേ, ആ ഒരു പരദേവതയായിരിക്കുന്ന ദേവി നമ്മളൊന്ന് സന്തോഷത്തിൽ വിളിച്ചാൽ അല്ലെ, ദുർഗയെ സ്മൃത, ഒന്ന് സ്മരിച്ചാ മതി. അപ്പം ആ ഭീതി മാറ്റാനായിട്ട്, എല്ലാ ജന്തുക്കളുടെയും ഭീതി മാറ്റാനായിട്ട്, ശുഭം തരാനായിട്ട്, ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി. ദാരിദ്ര്യം, ദുഃഖം, ഭയം, എല്ലാ ജീവികളുടെയും 3 കാരണങ്ങൾ, പ്രത്യേകിച്ച് മനുഷ്യരുടെ അല്ലെ, ദാരിദ്ര്യ ദുഃഖം അല്ലെ, ആ ഭയം, എല്ലാ ദുഃഖങ്ങളെയും മാറ്റിക്കൊണ്ട് സർവോപകാര കരണായ സദാർദ്ര ചിത്ത. അമ്മയ്ക്ക് എപ്പോഴും ഒരു കരുണാമയമായിരിക്കുന്ന ഹൃദയമാണ്. വിളിച്ച ഉടനെ ഓടി വരും അല്ലെ. ആ വന്ന് മാത്രമല്ല എല്ലാ കഷ്ടതകളും ഇല്ലാതാക്കുന്നു. അമ്മ പരദേവതയെന്ന് വിളിച്ചാൽ മതി അല്ലെ, എല്ലാ ജ്ഞാനത്തെയും കൊടുക്കുന്നു. അപ്പൊ ഭയം, ദുഃഖം, വിപത്ത് എല്ലാം മാറ്റി തന്റെ മക്കൾക്ക് സന്തോഷമായിട്ടിരിക്കണമെന്ന് സദാ ചിന്തിക്കുന്നവൾ. അപ്പൊ ഉരുകുന്ന ഹൃദയം അല്ലെ, ആ ഉരുകുന്ന ഹൃദയം ആർക്കാ ഉള്ളത്? ഒരമ്മയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ലോകമാതാവായിരിക്കുന്ന പരാശക്തി ദുർഗ എന്നുള്ള നാമത്തോടെ പ്രകാശിക്കുന്നു. അപ്പൊ ദുർഗാനാമത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം ഒരു കോട്ട, അപ്പൊ അതിനകത്ത് പ്രവേശിച്ചാൽ പിന്നെ ഒന്നിനെയും പേടിക്കണ്ട അല്ലെ. പണ്ട് കാലത്ത് കോട്ട എന്തിനാ? ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ രാജാക്കന്മാര് കെട്ടുന്നതിനാണ് നമ്മൾ കോട്ട എന്ന് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് കയറിയാൽ നമ്മൾ വേറെ ഒരു ശത്രുക്കളും നമ്മളെ ആക്രമിക്കില്ല. അപ്പൊ ദാരിദ്ര്യം, ദുഃഖം, ഭയം, അപ്പൊ എല്ലാം തീർക്കുന്ന ആ ഒരു എന്താ പറയാ മന്ത്രാക്ഷരമാണ് ദുർഗ. അപ്പൊ അമ്മയുടെ നാമങ്ങളെല്ലാം മന്ത്രങ്ങളാണ് ഇല്ലേ. കാമാക്ഷി, കമലാംബിക, അഭിരാമി, എല്ലാ നാമങ്ങളോട് ചേർന്ന് മന്ത്രാക്ഷരങ്ങളുണ്ട്. അതുപോലെ തന്നെ ദുർഗ എന്ന് പറയുന്ന നാമവും മന്ത്രാക്ഷരം തന്നെയാണ്. അപ്പൊ ഇതിലെ എന്താണ്? ദകാരം,
ഉകാരം, രേഫം, ഗകാരം, അകാരം തുടങ്ങി 5 ചേർന്നിരിക്കുന്ന മംഗളനാമമാണ് ദുർഗ. ഇനി ദേവിക്ക് ഈ പേര് വരാനുള്ള ചരിത്രം അല്ലെ, ദുർഗ എന്നുള്ള നാമം ആര് പറയുന്നുവോ അവരുടെ എല്ലാ കഷ്ടതകളും മാറി ഐശ്വര്യം ലഭിക്കുമെന്ന് അപാര കരുണാമൂർത്തിയായിരിക്കുന്ന ദേവി തന്നെ പറയുന്നുണ്ട്. കാരണം എന്റെ നാമം ജപിക്കുന്നവർക്ക് ഒരു അപകടവും വരില്ല, ഞാൻ അവരുടെ കൂടെ കാണും. ദേവി മഹാത്മ്യത്തില് ശുംഭനിശുംഭ വധത്തിന് ശേഷം എല്ലാ ദേവന്മാരും ചേർന്ന് ദേവിയെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇല്ലേ? സർവബാധ പ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാകാര്യം അസ്മത് വൈരിവിനാശനം എന്ന് പറയാണ്. അമ്മ ഞങ്ങൾക്കും ലോകത്തിനും എപ്പോഴൊക്കെയാണോ ആപത്ത് വരുന്നത് അപ്പോഴൊക്കെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അമ്മ, അനുഗ്രഹിക്കണം, ശത്രുക്കളെ നിഗ്രഹിക്കണം. ഇത് കേട്ട് ദേവി പറഞ്ഞു, ദേവന്മാരെ നിങ്ങൾ വിഷമിക്കേണ്ട. ദേവിയുടെ അവതാരങ്ങളൊക്കെ പറഞ്ഞ്, അതായത് വൈവസ്വര മന്വന്തരത്തില് 28ാമത്തെ ചതുർയുഗത്തില് ഇനിയും ശുംഭനിശുംഭന്മാരെന്ന് പറഞ്ഞ 2 രാക്ഷസന്മാരുണ്ടാകും. അവരെ ഇല്ലാതാക്കാൻ യശോദ ഗർഭസംഭൂത, ഞാൻ യശോദയുടെ മകളായിട്ട് ജനിക്കും. വിന്ധ്യാചലത്തിൽ വസിക്കുന്ന ഞാൻ ആ അസുരന്മാരെ എല്ലാം തന്നെ ഇല്ലാതാക്കും. അപ്പൊ എന്റെ അപ്പോഴത്തെ പേരെന്തായിരിക്കും? നന്ദാ ഭഗവതി എന്നായിരിക്കും. അപ്പൊ കാരണം ത്രിപുര രഹസ്യത്തില് മഹാത്മ്യകാണ്ഡത്തിൽ ഈ ചരിത്രം വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പുതിയ നിശുംഭന്മാരെ ഇല്ലാതാക്കാന് യശോദാദേവി, അതായത് ദേവിയെ പ്രാർത്ഥിച്ചുവെന്നും പരാശക്തി എങ്ങനെയാണോ സിംഹവാഹിനിയായിട്ട് ആവിർഭവിച്ചത് അതുപോലെ 3 സ്വരൂപത്തില് അസുരന്മാരെയും അവരുടെ സൈന്യത്തെയും വധിച്ച കഥ വളരെ വിശേഷമായിട്ട് ത്രിപുര രഹസ്യത്തിൽ പറയുന്നുണ്ട്. വീണ്ടും വൈപ്രചിത്തി എന്ന രാക്ഷസന്മാര് അവതരിക്കും. ദേവന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോ അവരുടെ എന്താ പറയാ മാംസത്തെ കടിച്ച് ആ ഒരു പല്ലുകൾ കൊണ്ട് അവര് കടിച്ച് ആ മാംസം ഭക്ഷിച്ച്, അതുകൊണ്ട് ദേവിക്ക് അപ്പോഴൊരു പേര് വന്നു രക്തദന്തിക. ദേവിയുടെ പല്ലുകള് മാതളപ്പൂ പോലെ ചുവന്നുപോയി ഇല്ലേ, അവരുടെ രക്തം കൊണ്ട്. അപ്പൊ ദേവിക്ക് ആ ഒരു ശക്തമായിട്ട് ചണ്ടമുണ്ട, ആ ഒരു ചാമുണ്ട, രക്തദന്തിക എന്ന പേരില് ദേവി അറിയപ്പെട്ടു. ഇനി ദുർഗമാസുരൻ എന്ന് പറയുന്ന അസുരൻ ഭൂമിക്ക് പ്രശ്നമുണ്ടാക്കിയപ്പോ ദേവി ശാകംഭരിയായി ദാക്ഷിയായിട്ട് ആ ഒരു ദുർഗമാസുരനെ സംഹരിച്ചു. ഭീമാദേവിയായിട്ട്, ഭ്രാമരിയായിട്ട് എത്ര വേഷങ്ങളാണ് ദുർഗാ പരമേശ്വരി എടുത്തതെന്ന് ദേവി മഹാത്മ്യം വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ദേവന്മാരോട് ദേവി പറയുന്ന സത്യവാക്കാണിത്. കാരണം നിങ്ങൾ എപ്പോ പ്രശ്നം വരുന്നോ അപ്പൊ നിങ്ങൾ എന്നെ വിളിക്കൂ. കാരണം നമ്മുടെ അടുത്താണ് ഇത് പറയുന്നത്. ആരാ? നമ്മളാണ് ദേവിയെ ആശ്രയിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എപ്പോഴൊക്കെ പ്രശ്നം വരുന്നോ അപ്പൊ ഈ ദേവിയെ നിങ്ങൾ ആശ്രയിക്കണം, വിളിക്കണം. കാരണം നിങ്ങൾ എന്നെ വിളിച്ചാലേ എനിക്ക് വരാൻ പറ്റൂ. കാരണം എപ്പോ പ്രശ്നം വരുന്നെന്ന് എനിക്കറിയില്ല. വരുമ്പോ നിങ്ങൾ എന്നെ വിളിക്കൂ, അപ്പോഴൊക്കെ ഞാൻ അവതരിച്ച് നിങ്ങളെ രക്ഷിക്കാം. ഇത് അമ്മ പറയുന്നതാണ് അല്ലെ? ദേവി മഹാത്മ്യത്തില് ഓരോന്നും മന്ത്രങ്ങളാണ്. അപ്പൊ ദേവി പറയണു എന്താ? ഇത്തം യഥാബാധ ദാനബോധ ഭവിഷ്യതി തഥാ തഥാ അവതീര്യാർഹം കരിഷ്യാം അരിസംക്ഷയം. എപ്പോഴാണോ നിങ്ങൾക്ക് ദുഃഖങ്ങൾ വരുന്നത്, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നത്, ഞാൻ അവതരിക്കും. നിങ്ങളുടെ ആ അരി എന്ന് പറഞ്ഞാൽ എന്താ? ശത്രുക്കളെ ഇല്ലാതാക്കും. ഇത് പറഞ്ഞ് ദേവി അപ്രത്യക്ഷയായി എന്ന് പറയണു. ഇനി നമുക്ക് ദുർഗമൻ എന്ന് പറയുന്ന രാക്ഷസന്റെ കഥ നോക്കാം. ദുർഗമൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. അയാൾ ചിന്തിച്ചു, ഈ ദേവന്മാരെന്തിനാണ് ഇത്ര ശക്തന്മാരായിട്ടിരിക്കുന്നത്? ഭൂമിയിലെ ആ ഒരു ഋഷിമുനിമാര് യാഗയജ്ഞങ്ങൾ ചെയ്യുമ്പോൾ അഗ്നിയിലേക്ക് അർപ്പിച്ച ആ ഹവിസിന്റെ ഭാഗം ലഭിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത്ര ശക്തിയെന്ന് ഇയാൾക്ക് മനസ്സിലായി, ദുർഗമാസുരന്. അപ്പോ യജ്ഞയാഗങ്ങൾ ഇല്ലാതാക്കിയാല് ദേവന്മാരുടെ ശക്തി കുറയുമെന്ന് ചിന്തിച്ചു. അപ്പൊ ഈ യജ്ഞയാഗങ്ങളുടെ ആധാരം എന്താണ്? വേദങ്ങളാണ് ഇല്ലേ? അപ്പൊ അവയെ നമ്മള് എന്താ പറയാ മോഷ്ടിച്ചാല് ഇല്ലെങ്കിൽ അവയെ അടിമപ്പെടുത്തിയാല് ദേവന്മാരെ തോൽപ്പിക്കാമെന്നായി ഈ ദുർഗമാസുരന്റെ ചിന്ത. ഈ ചിന്തയോടുകൂടി ദുർമുഖൻ എന്ന് പറയുന്ന ഈ അസുരൻ ബ്രഹ്മാവിനെ പ്രസാദിപ്പിക്കാനായിട്ട് ഉഗ്ര തപസ് ആരംഭിച്ചു. 5000 വർഷം ഒന്നും ഭക്ഷിക്കാതെ, ഉണങ്ങിയ ഇലകളും പോലും ഭക്ഷിക്കാതെ, അവസാനം കാറ്റുപോലും ശ്വസിക്കാതെ ഉഗ്ര തപസ് തുടർന്നു അല്ലെ? ഇതാണ് ശരിക്കും ആ അസുരന്മാരുടെ രജോ ഗുണം. അവരെന്തായാലും കാര്യസാധ്യം വരെ തപസ് ചെയ്തിരിക്കും. അസുരന്മാരെ പോലെ ഇത്രയും ഉഗ്ര തപസ് വേറെ ആർക്കും പറ്റില്ല. ഇപ്പൊ രുരു എന്നുള്ള രാക്ഷസനെ ദേവി ഭദ്രകാളിയായിട്ട് മാറി വധിച്ച കഥ നമുക്കറിയാം അല്ലെ? അതുപോലെ ദുർഗമന്റെ അവസാനവും അടുത്തു വന്നു. അവന്റെ ശരീരം ചിതൽപുറ്റു വന്ന് മൂടി, പൂച്ചകളെല്ലാം തിന്നു തുടങ്ങി ഇയാളെ പൂച്ചകൾ കടിച്ചു തുടങ്ങി. കാരണം കേരളത്തിൽ ആരാധിക്കുന്ന ഭദ്രകാളിക്ക് 2 ആരാധനാക്രമങ്ങളുണ്ട്. ഒന്ന് രുരുജിത്ത് എന്ന് പറയുന്ന ഭദ്രകാളി, അതായത് ദാക്ഷായണി. രണ്ടാമത്തത് ദാരുജിത്ത് എന്ന് പറയുന്ന ഭദ്രകാളി. രുരുവിന്റെ വംശത്തിൽ ഉണ്ടായ അസുരനാണ് ഈ ദുർഗമൻ എന്ന് പറയുന്ന രാക്ഷസൻ. അപ്പൊ ഈ ദുർഗമന്റെ
അത്യുഗ്ര തപസ്സുകൊണ്ട് അവന്റെ ശരീരത്തിൽ നിന്ന് അഗ്നി വമിച്ച് ദേവന്മാർക്ക് ഇരിക്കാൻ പറ്റാതായി. അവര് ബ്രഹ്മാവിനെ നമിച്ചു. അവരെ എന്താ പറയാ, തങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം എരിഞ്ഞു പോകും. അപ്പൊ ബ്രഹ്മാവ് ദുർഗമാസുരന്റെ മുമ്പില് ഹംസവാഹനത്തിലെ ചതുർഭുജത്തോടുകൂടി പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിനോട് കാര്യം തിരക്കി. ദുർഗമാസുരന് ബ്രഹ്മാവിനെ നമസ്കരിക്കാൻ പോലും സാധ്യമല്ലായിരുന്നു. കാരണം ശരീരമെല്ലാം പൂച്ചികൾ തുളച്ച് വേദനയോടെ ദണ്ഡ നമസ്കാരം ചെയ്തു. ബ്രഹ്മാവിന്റെ കരുണയോടുകൂടിയ നോട്ടം കൊണ്ട് തന്നെ ദുർഗമാസുരന് വജ്രം പോലെയുള്ള ദേഹം ലഭിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ എന്ത് വരമാണ് നിനക്ക് വേണ്ടെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് തനിക്ക് ഒരിക്കലും നാശം സംഭവിക്കരുത് എന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, ഞങ്ങൾ ത്രിമൂർത്തികൾക്ക് പോലും ലയമുണ്ട്, ഇത് കാലത്തിന് അധിഷ്ഠിതമാണ്, അങ്ങനെ ഒരു വരം എനിക്ക് തരാൻ പറ്റില്ല, ഇത് സൃഷ്ടിയുടെ വിധിക്ക് എതിരാണ്. അപ്പൊ ലോകത്തിൽ ജനിച്ചവർക്ക് മരണം, മരിച്ചവർക്ക് ജനനം, ഈ വിധിയെ മാറ്റാൻ ആരെ കൊണ്ടും സാധ്യമല്ല എന്ന് പറഞ്ഞു. വേറെ എന്ത് വരം വേണമെങ്കിലും നീ ചോദിക്കൂ, അത് തരാമെന്ന് പറഞ്ഞു. അപ്പോ ദുർഗമൻ പറഞ്ഞു, 4 വേദങ്ങൾ എനിക്ക് വേണം, 4 വേദങ്ങളും എന്റെ അധീനതയിലാവണം, പിന്നെ ഒരു സ്ത്രീ മാത്രമേ എന്നെ വധിക്കാവൂ. ആ സ്ത്രീ അത് യോനി വഴി, അതായത് ഗർഭവാസമുള്ള ഒരാളാകരുത്, അയോനിജയായിരിക്കണം. ഇത് കേട്ട മാത്രയിൽ തന്നെ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ആ ഒരു എന്താ പറയാ, ശാസ്ത്രം അനുസരിച്ച് തപസ് ചെയ്താൽ വരം കൊടുത്തേ പറ്റൂ. അപ്പൊ ഇല്ലെങ്കിൽ ശാസ്ത്രത്തിൽ എഴുതിയത് കള്ളമാകും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ബ്രഹ്മാവ് ഉടൻ തന്നെ ദുർഗമാസുരന് ആ ചോദിച്ച വരത്തെ കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പൊ 4 വേദങ്ങള് നിനക്ക് അടിമയാകും, മാത്രമല്ല സ്ത്രീയുടെ കൈകൊണ്ട് മാത്രമേ നിന്റെ ജീവനാശം സംഭവിക്കുകയുള്ളൂ എന്നും അനുഗ്രഹിച്ചു. ഇത് കേട്ട ദുർഗമൻ അപാര സന്തുഷ്ടനായി. അട്ടഹാസം ചെയ്തുകൊണ്ട് ആ ഒരു ത്രിഭുവനങ്ങളെയും തന്റെ അധീനതയിലാക്കി. ഇന്ദ്രനെ തോൽപ്പിച്ച് ദേവലോകം കീഴടക്കി. ദേവന്മാര് യജ്ഞബലം കിട്ടാതായി, ശക്തി ക്ഷയിച്ചു വന്നു. അങ്ങനെ വേദമന്ത്രങ്ങളെല്ലാം ഋഷിമുനിമാര് മറന്നുപോയി. ഹവിർഭാഗം കിട്ടാതെ ദേവന്മാര് ഹവിർഭാഗം കിട്ടിയാലേ ദേവന്മാര് തൃപ്തരാവൂ അല്ലെ? ദേവന്മാര് തൃപ്തരായാലേ മഴയും ഋതുക്കളും ഒക്കെ ഇവിടെ മാറി മാറി ഭൂമിയെ ഐശ്വര്യമാക്കുകയുള്ളൂ. അങ്ങനെ വേദങ്ങളെ തന്റെ അധിഷ്ഠാനത്തിലാക്കി എല്ലാ യാഗയജ്ഞങ്ങളും നിർത്തി ആ ഒരു ദുർഗമാസുരൻ എല്ലാത്തിന്റെയും അധിപനായിട്ട് തീർന്നു. അങ്ങനെ ഋഷികൾക്കും ബ്രാഹ്മണന്മാർക്കും വേദമന്ത്രങ്ങൾ മറന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ല. എന്താണ് കാരണം എന്നും മനസ്സിലാവാതെ അവർ ഉഴറി. എന്ത് ചെയ്യും? ഈശ്വരനെ ബ്രഹ്മാവിഷ്ണു ശിവൻ ദേവി ആരെയും ആരാധിക്കാൻ അറിയാതെ അവര് കർമ്മം ചെയ്യാൻ പറ്റാതെ കർമ്മമില്ലാത്തവരായിട്ട് തീർന്നു. അപ്പൊ അഹവിർഭാഗം കിട്ടാതെ ദേവന്മാരുടെ ശക്തി ക്ഷയിച്ചു. ഭൂലോകത്ത് മഴ പെയ്യാതെ വരൾച്ച അനുഭവപ്പെട്ടു. പട്ടിണിയുമായി കഷ്ടപ്പെടാൻ തുടങ്ങി. ദുർഗമൻ ലോകത്തെ മുഴുവനും, അതായത് പാതാളം, ഭൂമി, സ്വർഗം എല്ലാത്തിന്റെയും അധിപതിയായിട്ട് തീർന്നു. ത്രിലോകത്തിന്റെ ഏക ചക്രവർത്തി പദം ഇദ്ദേഹം അലങ്കരിച്ചു. അങ്ങനെ അട്ടഹാസം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഭയപ്പെടുത്തി അദ്ദേഹം ജീവിച്ചു വന്നു. അങ്ങനെ എല്ലാവരും ദുഃഖിച്ചു. ഇനി എന്ത് ചെയ്യും അല്ലെ? ഈ അസുരനെ എങ്ങനെ വധിക്കും എന്ന് ചിന്തിച്ച് ദേവന്മാർ തന്റെ രൂപത്തെ മാറ്റി പക്ഷിയായിട്ട്, മൃഗങ്ങളായിട്ടൊക്കെ ഭൂലോകത്തിൽ അലയാൻ തുടങ്ങി. വരൾച്ച കാരണം ഭക്ഷണം ദുർലഭമായി. ആ ഒരു കായ്കനികള്, ധാന്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ മൃഗങ്ങളും മനുഷ്യരും ചത്തു വീഴാൻ തുടങ്ങി. ഭൂമിയെല്ലാം തന്നെ വെള്ളമില്ലാതെ വെടിച്ച് വിണ്ടുകീറി. ജലമില്ലാതെ എല്ലാ ജീവജാലങ്ങളും പ്രാണൻ വിട്ടു തുടങ്ങി. 100 വർഷം ഇങ്ങനെയുള്ള അതിഭയങ്കരമായിരിക്കുന്ന സാഹചര്യത്തിലൂടെ ദേവന്മാരും മനുഷ്യരും കടന്നുപോയി. അപ്പൊ ദേവന്മാര്, ഋഷിമുനിമാർ ഇവർക്ക് ദുർഗമന്റെ അട്ടഹാസം സഹിക്കാൻ കഴിയാതെ ഹിമാലയ പ്രാന്തപ്രദേശത്ത് അവർ ചേക്കേറാൻ തീരുമാനിച്ചു. ഹിമാലയം എന്ന് പറഞ്ഞാൽ എന്താ? പുണ്യപ്രദേശമാണ് അല്ലെ? അവിടെ ഒരു ദുർദേവതകൾക്കും സ്ഥാനമില്ല. അപ്പൊ ഏത് ദുർദേവതകളും എന്താ പറയാ, പൂർണ്ണമായിട്ട് സതുദ്ദേശത്തോടു കൂടി മാത്രമേ നമുക്ക് കൈലാസത്ത് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഹിമാലയം പുണ്യസ്ഥലാണ്. അവിടെയാണ് മായ മാറുന്ന സ്ഥലം. അപ്പൊ മായയാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ദുർവാസനകൾ ഉണ്ടാക്കുന്നത് അല്ലെ? അപ്പൊ ദേവി ഹിമവാന്റെ പുത്രിയായി ജനിച്ച സ്ഥലമാണത്. അവിടെ അപ്പൊ ഇതിനൊരു വഴി കിട്ടും എന്ന് പറഞ്ഞ് എല്ലാ ദേവന്മാരും അവിടേക്ക് പോയി. പണ്ട് അവര് ഹിമാലയത്തിലിരുന്ന് ദേവിയെ സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പാർവതി ദേവി കുളിക്കാൻ പോയതും ഇവരുടെ പ്രാർത്ഥന കേട്ട് തന്റെ ശരീരകോശങ്ങളിൽ നിന്ന് കൗശികി ദേവി ആ ഒരു 8 കൈയുള്ള മഹാസരസ്വതിയായിട്ട്, സിംഹവാഹിനിയായിട്ട് ആ ശുംഭ നിശുംഭന്മാരെ വധിച്ചതും എന്നൊക്കെ അവർ ഓർത്തു അവിടെ ഇരുന്ന്. അതുപോലെ ഇപ്പോഴും ലോകമാതാവായിരിക്കുന്ന പരാശക്തി വരാതിരിക്കില്ല എന്ന് അമ്മയെ തന്നെ ധ്യാനിച്ച്
അതീവ ദുഃഖിതരായി ദേവന്മാര് ഹിമാലയത്തിലിരുന്നു. അവിടെ വലിയ ഒരു കൂട്ടം ഋഷിമുനിമാര് എല്ലാവരും വന്നു. എങ്കിലും എല്ലാവരും സ്തോത്രങ്ങളെല്ലാം മറന്നുപോയി. ജപിക്കാൻ അവർക്ക് ഇത്ര മാത്രം അറിയാം. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ശ്ലോകങ്ങളാണ് ദുർഗയുടെ. കാരണം ഇന്നും എന്നും എപ്പോഴും ഇത് ജപിച്ചാൽ ദേവി വരും എന്നുള്ളതിന് സംശയമില്ല. കാരണം അവർക്ക് അറിയാന്നുള്ള സ്തോത്രം ഇതായിരുന്നു: നമോ ദേവിയെ മഹാദേവിയെ ശിവായേ സതതം നമ, നമ പ്രകൃതിയെ ഭദ്രായേ നിയത പ്രണതാസ്മതാം, രൗദ്രായേ നമോ നിത്യായേ ഗൗരിയെ ധാത്രേ നമോ നമ, ജ്യോത്സ്നായേ ചേന്ദുരൂപിണ്യേ സുഖായ സതതം നമ, കല്യാണ്യേ പ്രണതാവൃത്യേ സിദ്ധ്യൈ കൂർമേ നമോ നമ, നൈരിത്യേ ഭൂഭൃതാം ലക്ഷ്മിയെ ശർവാണ്യേതേ നമോ നമ, ദുർഗായേ ദുർഗപാരായേ ദുർഗപാരായൈ സാരായൈ സർവകാരുണ്യേ ഖാത്തേ തദൈവ കൃഷ്ണായേ ധൂമ്രായേ സതതം നമ. വളരെ പ്രസിദ്ധമായ ദുർഗയുടെ ശ്ലോകമാണിത്. ഇങ്ങനെ ദേവി പരാശക്തിയെ, പ്രകൃതിയെ ആവിർഭൂതയായിരിക്കാനുള്ള ആ ഒരു അതിവിശിഷ്ടമായിരിക്കുന്ന താന്ത്രിക സ്തുതിയെ അവര് ചൊല്ലി കരഞ്ഞു പ്രാർത്ഥിച്ചു. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ ശക്തിരൂപേണ ക്ഷുതാരൂപേണ, അങ്ങനെ 24 തത്വങ്ങൾ ഉൾക്കൊണ്ട ദേവി സൂക്തം കൊണ്ട് ദേവിയെ സ്തുതിക്കുകയും ആ ദുർഗാ പരമേശ്വരിയെ, ആ രാജരാജേശ്വരിയെ നിറ കണ്ണുകളോടെ അവര് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു. ലോകമാതാവായ പാർവതിയായിട്ട് എന്താ പറയാ, അന്ന് വന്നു അമ്മ, ഇനി വരില്ലേ അമ്മ, ഞങ്ങളിതാ വളരെയധികം ബുദ്ധിമുട്ടുകയാണെന്ന് പറഞ്ഞ് അവരുടെ കണ്ണുനീര് അവിടെ പതിച്ചു. ഇന്നാണെങ്കിൽ ആ ഒരു പ്രസിദ്ധ വേദമന്ത്രങ്ങൾ, അതായത് ദുർഗ തുഷ്ടുപ്പ് മന്ത്രം പോലും അവർ മറന്നുപോയി. വളരെ പ്രസിദ്ധമാണല്ലേ ദുർഗാസൂക്തത്തിലെ ആദ്യത്തെ 4 വരി. അതിനെയാണ് ജാതവേദസെ സുനവാമ സോമ എന്ന് പറയുന്ന ആദ്യത്തെ 4 വരിയാണ് നമ്മൾ ദുർഗാ തൃഷ്ടപ്പ് മന്ത്രം. ഏത് ക്ഷേത്രങ്ങളിൽ നമ്മൾ ദുർഗാസൂക്ത അർച്ചനയ്ക്ക് കൊടുക്കുമ്പോൾ ഈ മന്ത്രമാണ് ജപിക്കുന്നത്. താമഗ്നിവർണം തപസാ ജ്വലന്തിയും കർമ്മോജനം താമഗ്നിവർണം തപസാ ജ്വലന്തിയും എന്ന് പറയുന്ന ആ 4 വരി, സരോജിനിയും കർമ്മഫലം ദുഷ്ടം ദുർഗാം ദേവികും ശരണമഹം പ്രപദ്യ എന്ന് പറയുന്ന 4 വരി. അപ്പൊ വേദത്തിലെ ശ്രീസൂക്തം, ദുർഗാസൂക്തം, മേധാസൂക്തം, പുരുഷ സൂക്തം ഇതെല്ലാം ശ്രീവിദ്യാപരമായിട്ടുള്ള വേദസൂക്തങ്ങൾ തന്നെയാണ്. കാരണം വെളിയിൽ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ചിദംബരത്തിലെ ശിവകാമ സുന്ദരിക്ക് വേദോക്തങ്ങളായിരിക്കുന്ന ഈ സൂക്തങ്ങളെ കൊണ്ടാണ് ആരാധന ചെയ്യുന്നത്. അങ്ങനെ വേദങ്ങളും തന്ത്രവും ആ മറന്ന ദേവന്മാര് ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്ന ബ്രഹ്മസ്വരൂപിണിയായിരിക്കുന്ന അമ്മയെ ഭവാനി, രാജരാജേശ്വരി, സുന്ദരി, ഭൈരവി, സർവമംഗളെ എന്ന് എന്താ പറയാ, തങ്ങൾക്ക് വേദമന്ത്രങ്ങൾ മറന്നുപോയി. ഈ പേരുകൾ മാത്രമാണ് ഓർമ്മയുള്ളത്. അപ്പൊ ഈ പേരുകളെല്ലാം വിളിച്ചിട്ട് ദേവിയെ എന്താ പറയാ, വിളിച്ച് പറഞ്ഞ് കരഞ്ഞു എന്നാ പറയണത്. അപ്പൊ ഞങ്ങള് മഹാപാപികളാണ്, ലോകാംബികയായിരിക്കുന്ന അമ്മയെ ആരാധിക്കാനുള്ള ആ ഒരു മന്ത്രങ്ങൾ പോലും മറന്നുപോയി. അതെല്ലാം മറന്ന ഞങ്ങള് മഹാപാപികളാണ്. ഞങ്ങൾ എന്താ പറയാ, അവിടുന്ന് അല്ലാതെ ഈ ദുർഗമാസുരനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഇനി ആരുണ്ടെന്ന് പറഞ്ഞ് അവിടെ ദേവിയുടെ പാദപത്മങ്ങളെ ശരണാഗതി അടഞ്ഞ് അവരവിടെ ഇരുന്ന് ദേവിയെ മാത്രം സ്മരിച്ചുകൊണ്ടിരുന്നു. അല്ലെ? ആ ഒരു യന്ത്രവും മന്ത്രവും തന്ത്രവും അല്ലാതെ ഞങ്ങളുടെ ഹൃദയാകാശത്തിലെ അമ്മ മാത്രമേ ഉള്ളൂ അമ്മ, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞവര് ശരിക്കും പൂർണ്ണമായിരിക്കുന്ന ശരണാഗതിയോടുകൂടി അമ്മയെ പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് വേണ്ടത് ഇത് തന്നെയാണ് അല്ലെ? കാരണം മനസ്സും ഭക്തിയും ശരണാഗതിയും. ഇനിയിപ്പോ ശ്രീചക്രം അല്ലെങ്കിൽ ബിന്ദു ചക്രത്തില് പഞ്ചപ്രേത മഞ്ചത്തിലിരിക്കുന്ന സാക്ഷാൽ ദുർഗാ പരമേശ്വരിയായിട്ട് ദേവി, അതായത് ലളിതാദേവി തന്നെ ആ ദുർഗാ പരമേശ്വരിയുടെ രൂപമെടുത്ത് തന്റെ മക്കളിൽ സംതൃപ്തിയായിട്ട് അവിടെ വന്നു എന്നർത്ഥം. കാരണം യന്ത്രപൂജയോ മന്ത്രപൂജയോ ഒന്നും വേണ്ട. അമ്മയ്ക്ക് ശുദ്ധമായിരിക്കുന്ന സ്നേഹമാണ് അമ്മയ്ക്ക് വേണ്ടത്. ഇപ്പൊ മോക്ഷത്തെ പോലും കാക്ഷിക്കാതെ അമ്മയോടുള്ള സ്നേഹം, അതിനെയാണ് നമ്മൾ പരമമായിരിക്കുന്ന ശുദ്ധമായിരിക്കുന്ന ആ ഒരു ശരണാഗതി എന്ന് പറയുന്നത് അല്ലെ? അങ്ങനെ ഒരു ഭക്തിയാണ് തന്റെ മക്കളിൽ നിന്ന് അമ്മ ആഗ്രഹിക്കുന്നത്. അമ്മയ്ക്ക് വേണ്ടത് തുറന്ന മനസ്സും ഭക്തിയും ശരണാഗതിയും ആണ്. അപ്പൊ ഈ ഉള്ളവർക്ക് ശ്രീചക്രത്തിലെ ബിന്ദു ചക്രത്തിലെ പഞ്ചപ്രേത മഞ്ചത്തിലിരിക്കുന്ന സാക്ഷാൽ ദുർഗാ പരമേശ്വരിയായിരിക്കുന്ന ലളിതാ പരമേശ്വരി തന്റെ മക്കളില് സംതൃപ്തിയായി അതേ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. അപ്പൊ യന്ത്രപൂജയോ മന്ത്രപൂജയോ ഒന്നും വേണ്ട, ശുദ്ധമായിരിക്കുന്ന സ്നേഹം, മോക്ഷത്തെ പോലും കാക്ഷിക്കാതെ അമ്മയോടുള്ള സ്നേഹം, അങ്ങനെയുള്ള ഒരു ഭക്തിയാണ് അമ്മയ്ക്ക് വേണ്ടത്. ഇതിൽ ഉയർന്നത് വേറെ ഒന്നുമില്ല. അമ്മ ക്ഷിപ്രപ്രസാദിനിയായിട്ട് അവ്യാജ കരുണാമൂർത്തിയായിരിക്കുന്ന ദേവി വരണ്ട ഭൂമിയില്, ആ ഒരു ജലമില്ലാത്ത വിണ്ട് കീറിയ ഭൂമിയില് ആ നിറകണ്ണുകളോടുകൂടി ആവിർഭവിച്ചു എന്ന് കഥ. ശതാക്ഷി, അതായത് ശതം എന്ന് പറഞ്ഞാൽ 100, അതായത് ഇൻഫിനിറ്റ് എന്നർത്ഥം. ശരിക്കും പറഞ്ഞ
സഹസ്രനാമം എന്ന് പറയുന്നത് സഹസ്ര ശീർഷ പുരുഷ എന്ന് പറയുന്നതൊക്കെ പുരുഷ സൂക്തത്തില് ആ സഹസ്രം എന്ന് പറയുന്നത് ഇൻഫിനിറ്റിനെ കാണിക്കുന്നു. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റാത്തത്. അപ്പൊ ദേവി ആ ഒരു ലക്ഷണ്ട കോടി നായികയായിട്ട്, അതായത് അനേക കോടി ബ്രഹ്മാണ്ട ജനനിയായിട്ട്, അങ്ങനെയുള്ള ദേവി ശരീരം മുഴുവൻ കണ്ണുകളോടുകൂടി ആവിർഭവിച്ചു. ലോകത്തിന്റെ അതിദയനീയമായിരിക്കുന്ന അവസ്ഥയെ നിരീക്ഷിച്ചുവെന്നും തന്റെ കണ്ണുകളിൽ നിന്ന് അമൃതം ധാരധാരയായിട്ട് ഒഴുകി, അത് മഴയായിട്ട് ജലപ്രവാഹമായിട്ട് ആ ദുർഗാ പരമേശ്വരി അവിടെ ആവിർഭവിച്ചു എന്നർത്ഥം. കാരണം സ്ഥൂലമായിട്ട് തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരായിട്ട് ഒഴുകി അത് ഭൂമി മുഴുവൻ തണുത്ത് ഈ ജലപ്രവാഹത്തില് ഭൂമിയില് പഞ്ഞം അപ്രത്യക്ഷപ്പെട്ടു. സമൃദ്ധിയായിട്ട് എന്താ പറയാ പച്ചപ്പുണ്ടായി, മൃഗങ്ങൾ ഓടിക്കളിച്ചു, പറവകൾ പറന്നു, മനുഷ്യർ ആഹ്ലാദചിത്തരായി. അങ്ങനെ സർവ്വമംഗളങ്ങളും വന്നു തുടങ്ങി. അപ്പൊ ശതാക്ഷി തന്റെ 8 കരങ്ങളില്, ചിലര് 8 പറയുന്നുണ്ട്, 16, 32 പല രൂപങ്ങളില് ഇത് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ശാകംഭരി എന്ന് പറയുന്ന ഒരു സഹസ്രനാമം ദേവിക്കുണ്ട്. അപ്പൊ ദേവി ഇവിടെ എങ്ങനെയാണ് ആവിർഭവിച്ചത്? ശംഖ്, ചക്രം, അമ്പ്, വില്ല്, മറ്റുള്ള കൈകളില് ആ കായ്കറികൾ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന രൂപം. ശാകം എന്ന് പറഞ്ഞാല് പച്ചക്കറി എന്നർത്ഥം. അപ്പൊ അത് അങ്ങനെ ദേവിക്ക് ശാകംഭരി എന്നുള്ള ദേവി ശതാക്ഷിയായിട്ട് തന്റെ മക്കളെ അനുഗ്രഹിച്ചു. അപ്പൊ അന്നപൂർണ എന്ന് പറഞ്ഞ പാകം ചെയ്ത അന്നവുമായിട്ട് നിൽക്കുന്നവൾ, ഇപ്പൊ തന്റെ മക്കളുടെ വിശപ്പിനെ ഇല്ലാതാക്കുന്നവൾ. അപ്പൊ ഇത് കണ്ട ദുർഗമാസുരൻ എന്താ പറയാ സകല അസുര സൈന്യങ്ങളോടുകൂടി, അതായത് രഥ ഗജ തുരങ്ക പടയോടുകൂടി യുദ്ധത്തിന് വന്നു പരാശക്തിയോട്. അപ്പൊ ആരെന്നറിയാതെ ദേവിയുടെ മായയിൽ മതിമറന്ന് അഗ്നിയിൽ വീഴുന്ന വണ്ടുകളെ പോലെ, കൗശികിയുടെ മുന്നിൽ വന്ന ചണ്ടമുണ്ടന്മാരെ പോലെ ഏതോ മതിഭ്രമത്തിന് അടിമയായിട്ട് ദുർഗമാസുരനും യുദ്ധത്തിന് പുറപ്പെട്ടു. തന്റെ നാശത്തിന് അയാൾക്ക് അറിയാൻ കഴിഞ്ഞില്ല. അപ്പൊ ദേവി എന്ന അഗ്നിയിൽ വീണ പിന്നെ നാശമില്ല അല്ലെ? ആ ഒരു ദുർഭാഗ്യമല്ലത്, അത് ശരിക്കും മോക്ഷമാണ്. അമ്മ തന്റെ ആ ഒരു ദുർനടത്തക്കാരായ മക്കളെ ദണ്ഡിക്കും. ആ ഒരു കരുണ കൊണ്ട് അമ്മ മോക്ഷവും കൊടുക്കും. ദണ്ഡിച്ചാലേ തിരുത്താൻ സാധിക്കൂ അല്ലെ? അപ്പൊ യുദ്ധത്തിന് വന്ന ദുർഗമനെ കണ്ട് നടുങ്ങിയ ദേവന്മാരോട് ദേവി പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. ശ്രീമാതാവായ എന്നെ കൊണ്ട് എന്നെ കഴിഞ്ഞ് ഈ ലോകത്ത് വേറെ ആരുമില്ല നിങ്ങളെ രക്ഷിക്കാൻ. നിങ്ങൾക്ക് ഒരു ആപത്തും വരാതെ ഞാൻ നിങ്ങളെ രക്ഷിച്ചോളാന്ന് പറഞ്ഞ് തന്റെ കയ്യിലിരുന്ന ചക്രത്തെ ചുഴറ്റി ദേവന്മാർക്കും ഋഷികൾക്കും ഒരു പ്രൊട്ടക്റ്റീവ് ഫീൽഡ് ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ദേവി അതിന്റെ പുറത്തു നിന്ന് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ആ ഒരു ചക്രം അവരെ രക്ഷിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ശതാക്ഷി ശാകംഭരി രൂപം മാറ്റി ദേവി തന്റെ ആ രൂപത്തെ എന്തായി അഷ്ടഭുജാംഗിയായിട്ട്, ആ ഒരു മഹിഷസ്യ മർദിനിയായിട്ട്, ശംഖുചക്രം ശര ശൂലധാരിണി ദുർഗാം സദാ ശരണം അഹം പ്രപദ്യ എന്നുള്ള രീതിയിൽ അമ്മ 8 കരങ്ങള് 8 ആയുധങ്ങൾ ധരിച്ച് സാക്ഷാൽ ദുർഗാ പരമേശ്വരിയായിട്ട് ആവിർഭവിച്ചു എന്ന്. അപ്പം ആ ശരിക്കും പറഞ്ഞാല് താം ദിവ്യയോഗിയും സഹജാത വേദസിയും, ദിവ്യയോഗം കൊണ്ട് ആവിർഭവിച്ചവളും അഗ്നിയെ പോലെ ജ്വലിക്കുന്നവളും 8 കരങ്ങളുള്ളവളും മഹിഷാസുരനെ സംഹരിച്ചവളും ശംഖം ചക്രം ശരം ശൂലം ഇവ ധരിച്ചവളും വില്ലും അമ്പും ശൂലം ധരിച്ചവളും ലോകമാതാവായിരിക്കുന്ന സാക്ഷാൽ ദുർഗാംബികയായിരിക്കുന്ന ദുർഗാംബികയെ ദേവി ഋഷി സമൂഹങ്ങളെല്ലാം വീണ് വീണ് നമസ്കരിച്ചു. ദുർഗാദേവി എങ്ങനെയാണ് നമസ്കരിച്ചതെന്ന് ചോദിച്ചാൽ, ദുർഗാദേവിക്കും ശരണമഹം പ്രപദ്യേ, അമ്മ ഞങ്ങളെ രക്ഷിക്കണേ. സിംഹവാഹിനിയായിരിക്കുന്ന ദേവി ദുർഗമനെയും കൂട്ടത്തെയും ഇല്ലാതാക്കാൻ വേണ്ടി തന്റെ ശരീരത്തിൽ നിന്ന് അനേക ദേവതമാരെ സൃഷ്ടിച്ചു. കാളി, താര, ത്രിപുരസുന്ദരി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ധൂമാവതി, ബഗളാമുഖി, കമലാംബിക, മാതങ്കി, കാമാക്ഷി, തുളജ, ജംഭിനി, മോഹിനി തുടങ്ങി 16 ശക്തികളെ ദേവിയുടെ ശരീരത്തിൽ നിന്ന് ദേവി ഉത്പത്തി ചെയ്തു എന്ന് ദേവി ഭാഗവതം പറയണു. ഇനി വേറൊരു കണക്കില് 32 ശക്തികളെന്നും 64,000 കോടി ശക്തി ദേവതകളെ ഉൽപ്പത്തി ചെയ്തു എന്നും പറയുന്നുണ്ട്. ഇവരെല്ലാം ചേർന്ന്, അതായത് 16, 32 ദേവതകളോടുകൂടി ചതുഷ്ഷഷ്ടി കോടി യോഗിനികളോടും കൂടി ചേർന്ന് ദുർഗാസുരനുമായിട്ട് അമ്മ ഏറ്റുമുട്ടി. ദുർഗാ ഭഗവതി ദുർഗമാസുരനോട് 8 ദിവസം യുദ്ധം ചെയ്തു എന്നാ പറയണത്. എന്തിനാണ് 8 ദിവസം? ക്ഷണമാത്രത്തിൽ നനച്ചാൽ ഇവരെ സംഹരിക്കാനുള്ളതേ ഉള്ളൂ ദേവിക്ക് അല്ലേ? പക്ഷെ ഇതും ദേവിയുടെ ഒരു ലീലയാണ്. ശുംഭനെ മുഷ്ടിയുദ്ധം ചെയ്ത് ഭൂമിയിൽ പതിപ്പിച്ച് ശൂലം കൊണ്ട് മാറ് പിളർന്നാണ് ദേവി നിഗ്രഹിച്ചത്. നിശുംഭനെ ഹൃദയത്തിൽ ശൂലം കൊണ്ട് കുത്തിയപ്പോ ആ വന്ന പുരുഷനെ വാളുകൊണ്ട് വെട്ടി വീഴ്ത്തി. ദേവി സ്പർശം കൊണ്ട് അവരുടെ പാപങ്ങൾ തീർക്കാനാണ് ദേവി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ദുർഗമനെയും ശുദ്ധനാക്കാൻ ദേവി 8 ദിവസം യുദ്ധം ചെയ്തു എന്ന് പറയുന്നു. ശക്തി കൂട്ടങ്ങളെ കൊണ്ട് അവനെ വധിക്കാനായിട്ട് പറ്റാതെ അത്രയും ശക്തനായിരുന്നു ദുർഗമാസുരൻ. കാരണം അസുര ശക്തികളും ദേവശക്തിയും ദേവി തന്നെയാണ്.
ദേവി അല്ലാതെ ഇവിടെ വേറെ ആരുമില്ല. ഇപ്പൊ ചുവന്ന പട്ടുടുത്ത് ചുവന്ന ചന്ദനം പൂശി ആ ഒരു എന്താ പറയാ കോവർ കഴുതകൾ വലിക്കുന്ന വാഹനത്തില് ദുർഗമൻ എന്ന അസുരൻ ആവേശത്തോടെ, അതായത് ഗർവോടുകൂടി ദുർഗാദേവിയുടെ മുമ്പിലെത്തി. ദേവി തന്റെ സിംഹവാഹനത്തിൽ കയറി അത്യുഗ്രമായിരിക്കുന്ന യുദ്ധം തുടങ്ങി. ശസ്ത്രാസ്ത്രങ്ങൾ ചീറിപ്പായുന്നു, എല്ലാം പൊടിയണു. ദേവി എന്താ പറയാ ആ ദേവി അയച്ച ബാണങ്ങള് 500 ബാണങ്ങളാണ് ദേവി ഒരുമിച്ച് അയക്കുന്നത്. അവന്റെ കരങ്ങളെല്ലാം വെട്ടി നീക്കി ദേവി. തിരിച്ച് ബാണങ്ങൾ അയക്കാൻ കഴിയാതെ ദുർഗമാസുരൻ യുദ്ധക്കളത്തിൽ നിന്നു. ദേവി തന്റെ 5 ബാണങ്ങളെ കൊണ്ട് അസുരന്റെ 5 അംഗങ്ങളെ, അതായത് ശിരസ്, നെറ്റി, ഇടുപ്പ്, ഹൃദയം, മാറ്, 5 ബാണങ്ങൾ. ആ 5 ബാണങ്ങളാണ് വളരെ പ്രശസ്തമായിരിക്കുന്ന ദുർഗ എന്നുള്ള നാമങ്ങള്. ദകാരം, ഉകാരം, രേഫം, ഗകാരം, അകാരം. ഇതിനെയാണ് 5 മഹാബീജങ്ങൾ എന്ന് പറയുന്നത്. 5 ബാണങ്ങൾ. തന്റെ പേര് 5 ബാണങ്ങളാക്കി. കാരണം അത്രയും പാപത്തെ ഇല്ലാതാക്കിയാല് ആ ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന 5 ബാണങ്ങൾ തന്നെ വേണം. അതുകൊണ്ടാണ് ദേവിയുടെ നാമമാകുന്ന ബാണത്തെ അയച്ചത്. സർവ്വ ദുഃഖങ്ങളും ഇല്ലാതാക്കുന്ന നാമമാണ് ദുർഗ. സർവ്വ പാപങ്ങൾ ഇല്ലാതാക്കുന്ന നാമം ദുർഗ. മഹാപാപങ്ങളെ ഇല്ലാതാക്കുന്ന നാമം ദേവിയുടെ ദുർഗ എന്ന് പറയുന്ന നാമം. ഇത് തന്നെ 5 പ്രാവശ്യം പറയുമ്പോൾ തന്നെ പഞ്ചമഹാപാപങ്ങൾ ഇല്ലാതായി തീരുകയാണ്. അതുകൊണ്ട് ഭാസ്കരരായര് ലളിതാ സഹസ്രനാമ ഭാഷ എഴുതുമ്പോൾ പറഞ്ഞത് ദുർലഭ, ദുർഗമ, ദുർഗ, ദുഃഖഹന്ത്രി, സുഖപ്രദ. ദുർഗ ഉപാസകർക്ക് ഇതൊരു മഹാമന്ത്രം തന്നെയാണ്. എല്ലാ പാപങ്ങളും താമരയിലെ ജലം പോലെ ദുർഗാ ഉപാസകരെ ദേവി ശുദ്ധയാക്കും. പാപം ചെയ്താല് ആ അമ്പാൾ എന്താ ചെയ്യുന്നത്? അവരെ അഗ്നിയിൽ ശുദ്ധമാക്കും. തന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു നാമത്തെ തന്നെ അസ്ത്രമാക്കി ദുർഗമന്റെ മാറു തുളച്ച ഹൃദയത്തെ ഭേദിച്ചു. ഉടനെ തന്നെ ആ ഒരു പാർവതി എന്താ പറയാ പാർവതി ദേവിയായിട്ട് ദേവി അനുഗ്രഹവും കൊടുത്തു എന്നർത്ഥം. അങ്ങനെ എന്താ പറയാ ആ ഒരു പർവ്വതങ്ങൾ കുലുങ്ങുമാറ്, സമുദ്രങ്ങൾ വേലിയേറ്റം സംഭവിക്കുന്ന പോലെ അതിഭയാനകമായിരിക്കുന്ന ശബ്ദത്തോടെ അവന്റെ ആത്മാവ് ആ ഒരു ഹൃദയ ഗുഹയിൽ നിന്ന് പുറത്തു വന്നു. അത് നേരെ ദേവിയുടെ പാദപത്മങ്ങളിൽ വിലയം പ്രാപിച്ചു. മഹിഷാസുരന് പോലും 3 ജന്മമുണ്ടായിരുന്നു എന്ന് കാളികാ പുരാണം പറയുന്നു. ഒരു പ്രാവശ്യം 32 കൈ, പിന്നെ 16 കൈയുള്ള ഭദ്രകാളി, പിന്നെ 10 കൈ കാത്യായനിയായിട്ട് സംഹാരം ചെയ്തു ദേവി. അതായിരുന്നു അവസാനത്തെ ജന്മം. എന്നാൽ ദുർഗമൻ എന്ന് പറയുന്ന ഈ അസുരൻ ഒരേ ജന്മത്തില് ദേവി തന്റെ നാമങ്ങളാകുന്ന അസ്ത്രം ഉണ്ടാക്കി ചമച്ചിട്ട് ആ ദുർഗമാസുരന് മോക്ഷം കൊടുത്തു. ലളിതാ ത്രിപുര സുന്ദരി കാമേശ്വരാസ്ത്രം അയച്ചിട്ടാണ് ഭണ്ഡാസുരനെ വധിച്ചത് അല്ലെ. ഭണ്ഡാസുരനും വേറെ ജന്മമില്ലാതെ ലളിതാ പരമേശ്വരിയിൽ ലയിച്ചു എന്ന് പറയുന്നു. അപ്പൊ മഹാദുർഗാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? അമ്മയുടെ ഈ നാമം തന്നെയാണ് ദുർഗാസ്ത്രം. ലളിതാദേവിയും പ്രയോഗിച്ചപ്പോ ദേവിയുടെ ശരീരത്തിൽ നിന്ന് മഹാദുർഗയായിട്ട് 18 കൈകളോടുകൂടി വന്ന് ധാരാളം അസുരന്മാരെ വധിച്ചു എന്ന് ലളിതോപാഖ്യാനം പറയുന്നുണ്ട്. അപ്പൊ മഹിഷമർദിനി, മൂലദുർഗ, മഹാചണ്ഡിക ഈ രൂപങ്ങൾക്കെല്ലാം ദേവിക്ക് 18 കൈകളാണ്. 8 കൈകള് ആ ഒരു അഷ്ടകൈകൾ എന്ന് പറയുന്നത് അഷ്ടഭുജങ്ങളുള്ള ദുർഗയാണ്. ആ ദുർഗയാണ് ദുർഗമനെ വധിച്ചത്. അവന്റെ ജീവൻ ജ്യോതി രൂപത്തിൽ ദേവിയുടെ പാതാരബിന്ദങ്ങളിൽ ലയിച്ചു. അപ്പോ വേദങ്ങള് ദേവിയെ നമസ്കരിച്ചു. തന്റെ കളങ്കങ്ങളെല്ലാം മാറ്റി ദേവിയെ നമസ്കരിച്ചു അവര്. അപ്പൊ ദേവി തന്റെ മംഗളമായിരിക്കുന്ന പാദപത്മങ്ങളെ കൊണ്ട് വേദങ്ങളുടെ ശിരസില് വച്ചു എന്ന് കഥ. താമഗ്നിവർണം തപസാ ജ്വലന്തിയും എന്ന ആ ചതുർവേദങ്ങളും ദുർഗാദേവിയെ ദുർഗാ സൂക്തം കൊണ്ട് സ്തുതിച്ചു എന്ന് പറയുന്നു. അതാണ് നമ്മൾ എന്താ ശ്രുതി സീമന്തീകൃത പാദാബ്ജ ധൂളികായി നമ അല്ലെ. കാരണം ദേവിയുടെ പാദപത്മങ്ങളിൽ ആ ഒരു ചുവന്ന ധൂളികള് അവരുടെ ശിരസിലാണ് ഈ വേദമാതാവായിരിക്കുന്ന സാക്ഷാൽ ഗായത്രി ദേവി ധരിച്ചിരിക്കുന്നത്. അപ്പൊ ലോകമാതാവായിരിക്കുന്ന ദുർഗാ പരമേശ്വരിയുടെ പുണ്യപാദ സ്പർശമേറ്റ് വേദങ്ങൾ ശുദ്ധമായി പരമമംഗളമൂർത്തിയായിരിക്കുന്ന പരാശക്തി ദേവന്മാരെയും മനുഷ്യരെയും ലോകമെല്ലാം സുഭിക്ഷമായിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. എന്ത് കഷ്ടങ്ങള്, എന്ത് ദുഃഖങ്ങള്, എന്ത് ആപത്തുകൾ വരട്ടെ, എന്റെ ദുർഗ എന്നുള്ള നാമം ജപിച്ചാൽ മതി, ഞാൻ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ദേവിയുടെ സ്വന്തം വാക്കാണിത് അല്ലെ. ഒരു പശു തന്റെ കുട്ടിയെ സ്നേഹത്തോടെ അന്വേഷിച്ചു പോകും പോലെ തന്റെ മക്കളെ എവിടെ ഇരുന്ന് വിളിച്ചാലും ഒരു പശു തന്റെ കുട്ടിയെ തേടി വരുന്ന പോലെ സാക്ഷാൽ ഉമാദേവി ആയിരിക്കുന്ന ദുർഗ, ഉമാദേവി ആയിരിക്കുന്ന പാർവതി ദേവി ദുർഗ എന്ന നാമത്തോടുകൂടി തന്റെ മക്കളെ രക്ഷിക്കാൻ എത്തും അല്ലെ. ആ ഒരു ദുർഗ എന്ന് പറയുന്ന ആ സ്വരൂപത്തിൽ വരുന്ന അമ്മ പറയണത്. സകല ജീവരാശികൾക്കും അമ്മയായിരിക്കുന്ന ദേവി
ആ ഒരു അനുഗ്രഹ ചിത്ത സ്വരൂപിണിയായിട്ട് ബ്രഹ്മാവ് മുതൽ കീടം വരെ എല്ലാവരെയും രക്ഷിക്കുമെന്നുള്ളതിന് സംശയമില്ല. ഒരു ശില്പി എങ്ങനെയാണോ തന്റെ ശില്പത്തെ മോടി പിടിപ്പിക്കുന്നത്, അതുപോലെ എല്ലാ ആവശ്യമില്ലാത്തതും ചെത്തിക്കളഞ്ഞ് അഹങ്കാരം, പാപസമൂഹം, അല്ലെ, ആ ഒരു ദുർവാസനകള് എല്ലാം മാറ്റി ശുദ്ധരാക്കി തന്നോട് ചേർക്കും. ഉറപ്പാണ്. ഒരു ജീവരാശിക്കും എന്താ പറയാ, ആ ഒരു നമ്മളിന്ന് പുറമേ നിന്നുള്ള പല അണുക്കള്, ഇല്ലേ, കൊറോണ ഇല്ലെങ്കിൽ എന്താ പറയാ വൈറസുകളെല്ലാം നമ്മളെ ബാധിക്കുന്നതാണ് നമ്മളെ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ രോഗം വരുന്നത് എന്താ, ആ ഒരു നെഗറ്റീവ് ഭാവം കൊണ്ടാണ്, അല്ലേ. അപ്പൊ ഇതിനെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് അമ്മയുടെ പാദപത്മങ്ങളെ ശരണാഗതി ചെയ്താൽ അമ്മ ഒരു കോട്ട പോലെ, ഒരു ദുർഗം പോലെ നമ്മളെ കാത്തുരക്ഷിക്കും. ആ എല്ലാ സൃഷ്ടിയും ചെയ്യുന്ന ആ മഹാശക്തിയാണ് നമ്മുടെ ജഗദംബികയായിരിക്കുന്ന ഭഗവതി, അല്ലെ. എല്ലാം അറിയുന്നവളാണ്, എല്ലാറ്റിനെയും ദണ്ഡിക്കുന്നവളാണ്, എല്ലാരെയും സംരക്ഷിക്കുന്നവളുമാണ്. എല്ലാം ദേവി തന്നെ. അപ്പൊ ദുർഗ എന്നുള്ള നാമം ജപിക്കുമ്പോൾ മായ അകന്ന് ഓരോ ജീവനും മോക്ഷം എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ ദേവിയുടെ ദുർഗാ തത്വങ്ങളായിരിക്കുന്ന ആ നാമങ്ങളും കൂടെ നമുക്ക് നോക്കിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കാം. അമ്മയുടെ ദുർഗാ തത്വങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ദേവിയെ അറിയപ്പെടുന്നത് ജാതവേദോ ദുർഗ. ഒന്ന്, ദുർഗ അഗ്നി രൂപത്തിൽ നിൽക്കുമ്പോൾ വായുവും അഗ്നിയും പ്രണമിച്ച് നിൽക്കും. ശിവന്റെ മൂന്നാം അഗ്നിനേത്രത്തിൽ നിന്ന് വന്ന ജ്വാല, രതി മന്മഥന്മാരെ ചാമ്പലാക്കാൻ പോകുന്ന ജ്വാലകളെ ശിവന്റെ തപസ്സിലൂടെ പുറത്തു വന്നതാണ്. അപ്പൊ ജാതവേദ ദുർഗയാണ് അത് സ്വീകരിച്ച് ഗംഗാ നദിയിൽ ഒഴുക്കിയത്. അതുകൊണ്ടാണ് വേദസേ സുനമാവ സോമ എന്ന് പറഞ്ഞ പ്രസിദ്ധമായിരിക്കുന്ന ദുർഗാ സൂക്തം. രണ്ടാമത്തത് ശാന്തി ദുർഗ. ശിവൻ തന്നെ ക്ഷണിക്കാതെ ദക്ഷയാഗത്തിന് പോയ ദേവന്മാരോട് അതിഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഉണ്ടായി. അപ്പൊ ദേവി ശാന്തി ദുർഗ ഭഗവാനെ ശാന്തമാക്കി. ദേവിയെ ഭജിക്കുന്നവർക്ക് കടം, രോഗം, തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുമെന്ന് പറയുന്നു. മൂന്നാമത്തെ അമ്മയുടെ രൂപം ശൂലിനി ദുർഗ. ശലഭേശ്വരനായിരിക്കുന്ന ശിവന്റെ ഭാര്യയാണ് ശൂലിനി ദുർഗ. നരസിംഹത്തിന്റെ കോപം ശമിപ്പിച്ച ശലഭേശ്വരൻ ശൂലിനി ദുർഗ ശിവന്റെ കൂടെ നിന്ന് തൃശൂലം കൊണ്ട് അസുരന്മാരെ വധിക്കാൻ സഹായിച്ചു. ഇത് എന്താണ്? ശത്രുരക്ഷയാണ് ദേവി ഇവിടെ ചെയ്യുന്നത്. അടുത്തത് ശബരി ദുർഗയാണ്. ആ ഒരു വനത്തിലാണ് ശബരി ദുർഗ എന്ന് പറയുന്ന ദേവി ഇലകളും ചെടികളുമാണ് വസ്ത്രമായിട്ട് ധരിച്ചിരിക്കുന്നത്. ശിവൻ ഒരു വേടന്റെ വേഷത്തിൽ അർജുനനെ പരീക്ഷിക്കാൻ പാശുപതാസ്ത്രം കൊടുക്കാനായിട്ട് കാട്ടിലെത്തി. ഈ വേടവേഷധാരിയായിരിക്കുന്ന ശിവന്റെ ഭാര്യയായിട്ട്, അതായത് വേടത്തിയായിട്ട് ശബരി ദുർഗ എന്നറിയപ്പെടുന്നു ദേവി. അടുത്തത് ലവണ ദുർഗ. ദേവസമുദ്രത്തിലെ ലവണ ദുർഗയായിട്ട് ലവണേശ്വരന്റെ എന്ന് പറയുന്ന അസുരനെ, ദേവന്മാരെയും ഋഷിമാരെയും ഭയപ്പെടുത്തിയിരുന്ന ഈ ലവണാസുരനെ ദേവി വധിച്ചു. ശ്രീ രാമചന്ദ്ര പ്രഭു ഈ ലവണ ദുർഗയെ ഭജിച്ചിരുന്നു. ആ ഒരു ശത്രുഘ്നനും ഈ ലവണ ദുർഗയാണ് ഭജിച്ചതെന്ന് പറയുന്നു. ആറാമതായിട്ട് ആ ഒരു അസുരി ദുർഗ. മഹാവിഷ്ണുവിനെ മോഹിനി അവതാരത്തിന് സഹായിച്ച അമൃത ദേവന്മാർക്ക് കൊടുപ്പിച്ചത് ഈ ദുർഗയാണ്. അടുത്തത് ദീപദുർഗ. വിളക്കിൽ ദീപനാളമായിട്ട് എല്ലാ ഭവനങ്ങളിലും ഈ ദുർഗയാണ് ആരാധിക്കപ്പെടുന്നത്. എട്ടാമതായിട്ട് വനദുർഗ. ദേവി വനവാസിനിയാണ്. വിന്ധ്യപർവ്വതത്തില് വിന്ധ്യപർവ്വതത്തിന്റെ അഹങ്കാരം ശമിപ്പിക്കാനായിട്ട് അഗസ്ത്യൻ ഈ വനദുർഗയാണ് പ്രാർത്ഥിച്ചത്. വിന്ധ്യപർവ്വതത്തിന്റെ അഹങ്കാരമാകുന്ന വളർച്ചയെ തടഞ്ഞുകൊണ്ട് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് ഈ വനദുർഗയാണ്. വനദുർഗാ മന്ത്രം വളരെ പ്രശസ്തമാണ്. അടുത്തതായിട്ട് ജ്വാലാദുർഗ. ഭണ്ഡാസുരനെ യുദ്ധസമയത്ത് ജ്വാലാമലിനിയായിട്ട് അഗ്നിമതിൽ തീർത്ത് ശത്രുക്കളുടെ ആക്രമണത്തെ തടഞ്ഞത് ജ്വാലാദുർഗയാണ്. ഇങ്ങനെ വിവിധ നാമങ്ങളില് ഈ പറയുന്ന ദുർഗ എന്ന് പറയുന്ന ദുർഗാംബിക അല്ലെങ്കിൽ ദുർഗാ പരമേശ്വരി അമ്മയുടെ ഈ നാമം പോലും മുക്തിപ്രദമാണ്. ആ ഒരു എന്താ പറയാ, ദുർഗമായിട്ട് നമ്മുടെ ഏത് വിഷമ സാഹചര്യങ്ങളിലും ഒരു കോട്ട പോലെ നമ്മളെ സംരക്ഷിച്ച് ആ ഒരു ജീവനെ അവന്റെ ജീവിത കാലഘട്ടത്തിൽ അവന് ജീവിത വിജയം നേടിക്കൊണ്ട് അവസാനം ആ ജീവന് മുക്തിയും കൊടുത്തുകൊണ്ട് നമ്മളെ സംരക്ഷിക്കുന്ന ആ ദേവിയുടെ ഭാവത്തെയാണ് നമ്മൾ ദുർഗാ പരമേശ്വരി, ദുർഗാംബിക എന്ന് പറയുന്നത്. അപ്പൊ പ്രസിദ്ധമായിരിക്കുന്ന ആ ദുർഗയെ സ്മൃത ഭീതി അശേഷ ജന്തോ എന്നുള്ള ആ ഒരു 4 വരികള് ജപിച്ചാൽ തന്നെ ദേവി ആ ആർദ്രചിത്തയായിട്ട് നമ്മുടെ വിളിയില് മനസ്സലിഞ്ഞുകൊണ്ട് നമ്മളെ രക്ഷിക്കാനായിട്ട് എത്തുമെന്ന് ദേവി മഹാത്മ്യം ഉറപ്പിച്ചു പറയണു. ആ ദേവിയുടെ പാദപത്മങ്ങളില് നമുക്ക് ശരണാഗതി ചെയ്തുകൊണ്ട് ആ ദുർഗ എന്ന് പറയുന്ന നാമത്തെ വീണ്ടും വീണ്ടും ജപിച്ചുകൊണ്ട് നമുക്ക് ഇന്നിവിടെ ഇത് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.